Elements of writing. Elements of writing includes the rhetorical modes of writing such as narration, description, illustration or exemplification, division and classification, process analysis, comparison and contrast, cause and effect, definition, argumentation and persuasion. So narration means recounting of events. Then that means we memorized it and write it. അതായത് നമ്മൾ ഓർത്തെടുത്ത് നമ്മൾ എഴുതുന്നു, റീകൗണ്ടിങ് ഓഫ് ഇവൻറ്റ്സ്. ദെൻ ഡിസ്ക്രിപ്ഷൻ മീൻസ് ടു ഡിസ്ക്രൈബ് ഓർ പോർട്രേ പീപ്പിൾ, തിങ്സ്, പ്ലേസ് എക്സെട്ര. നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇല്ലുസ്ട്രേഷൻ ഓർ എക്സംപ്ലിഫിക്കേഷൻ, ദാറ്റ് മീൻസ് എക്സ്പ്ലെയിനിങ് വിത്ത് എക്സാമ്പിൾസ്. നമ്മൾ എക്സാമ്പിൾസ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിനെയാണ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. Next one is division and classification. That means to explain categories and parts. Then process analysis, to explain how something works and show how something can be done. ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനാണ് പ്രോസസ് അനലൈസിസ് എന്ന് പറയുന്നത്. Then comparison and contrast, to show similarities and differences. നമ്മൾ ഡിഫറൻസസും സിമിലാരിറ്റീസും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ കോസ് ആൻഡ് ഇഫക്റ്റ്, ടു എക്സ്പ്ലെയിൻ യൂസിങ് റീസൺ ആൻഡ് റിസൾട്ട്സ്. നമ്മൾ കാര്യകാരണങ്ങൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡെഫിനിഷൻ, ടു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ സംതിങ്. ഒരു കാര്യം കൊണ്ട് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു, നിർവചനം കൊടുക്കുക, അതാണ് ഡെഫിനിഷൻ. നെക്സ്റ്റ് ഈസ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർസ്യൂഷൻ. That means to make claims and substantiate them convincingly. നമ്മൾ മറ്റുള്ളവരെ ഒരു ആർഗ്യുമെൻ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയാണ്, എൻ്റെ ഭാഗമാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റേഷനോ പെർസ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ പെൻഡിങ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. അതിൽ തന്നെയുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലാരിറ്റീസും ഡിഫറൻസസും കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. While writing an academic paper, you may be required to find out similarities and differences between two subjects. The rhetorical mode that comes to your rescue during such situation is compare and contrast. നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ എസ്സേ എഴുതുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ മെത്തേഡാണ്. The main aim of compare and contrast essay is to analyze a subject. It does not aim at stating the outward or obvious similarities and differences, but hidden and subtle ones. അപ്പോൾ ഇവിടെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പുറമേ കാണുന്ന സിമിലാരിറ്റീസ് മാത്രമല്ല, അതിന് ഇന്നറായിട്ട് വരുന്ന ഡിഫറൻസസും അതുപോലെ തന്നെ സിമിലാരിറ്റീസും കൂടി നമ്മൾ കോട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. Then sometimes the essay is fully comparing and contrasting, but sometimes the comparison and contrast are included with some other modes. Comparative and contrastive analysis can be done in two ways. ഇനി നമ്മൾ പറയുന്നത് ഈ സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് പല തരത്തിലായിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് സിമിലാരിറ്റീസ് മാത്രം എഴുതാനായിരിക്കും, ചിലപ്പോൾ വരുന്നത് ഡിസിമിലാരിറ്റീസ് മാത്രം എഴുതാനായിരിക്കും, ചിലപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അപ്പോൾ അതിൽ 2 ടൈപ്സ് ആണുള്ളത്. നമുക്ക് 2 തരത്തിൽ ഈ കമ്പാരിസൺ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് അതിൽ വരുന്നത് 4 സ്റ്റെപ്സാണ് അതിൽ വരുന്നത്. ഇൻട്രൊഡക്ഷൻ, കമ്പാരിസൺ, കോൺട്രാസ്റ്റ്, കൺക്ലൂഷൻ. സോ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് thesis statement and the items to be compared and contrasted. So the first introduction is the thesis statement. That means the
ദാറ്റ് മീൻസ് ദ മെയിൻ പോയിൻറ്റ്. ദ മെയിൻ പോയിൻറ്റ്. അതുപോലെ തന്നെ പിന്നെന്താ വരേണ്ടത്? ദ ഐറ്റംസ് ടു ബി കമ്പയർഡ് ആൻഡ് കോൺട്രാസ്റ്റഡ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കമ്പാരിസൺ. ദാറ്റ് മീൻസ് കമ്പയറിങ് ദ ടു തിങ്സ് ഷോയിങ് ദ സിമിലാരിറ്റീസ്. അപ്പോൾ കമ്പാരിസണിൽ നമുക്ക് എന്താണ് വരുന്നത്? സിമിലാരിറ്റീസ് ആണ് കാണിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കോൺട്രാസ്റ്റ്, അതായത് ഷോയിങ് ദ ഡിഫറൻസ് ഇൻ ദ ടു ഐറ്റംസ്. കോൺട്രാസ്റ്റ് മീൻസ് ഡിസിമിലാരിറ്റീസ് ആണ് അതിൽ കാണിക്കേണ്ടത്. ദെൻ ലാസ്റ്റ് കൺക്ലൂഷൻ, ബ്രീഫ് സമ്മറി ആൻഡ് ഫൈനൽ ഒപ്പീനിയൻ. അതാണ് കൺക്ലൂഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ. സോ ഹിയർ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട്. ഇതിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ എന്താണ് വെക്കേണ്ടത്? ഹിൻറ്റ് അറ്റ് ദി മേജർ പോയിൻറ്റ്സ്. നമ്മൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ എഴുതാൻ പോകുന്ന പോയിൻറ്റ്സിൻ്റെ ഹിൻ്റാണ് ഇൻട്രൊഡക്ഷനിൽ വെക്കേണ്ടത്. ദെൻ ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ബോഡി പാരഗ്രാഫ്സ്. ഇതിൽ നമ്മൾ എക്സ്പ്ലനേഷൻസ് എഴുതാണ്. നമ്മൾ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഓരോ പോയിൻറ്റും എഴുതുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷനും താഴെ എഴുതി പോകുന്നു. ദെൻ ലാസ്റ്റ് വൺ ഈസ് കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ വരുന്നത് സമ്മറൈസ് ദ പോയിൻറ്റ്സ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. കൺക്ലൂഷൻ രണ്ടിനും സെയിം തന്നെയാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിൽ വരുന്ന രണ്ട് തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു ആ ഇതിൻ്റെ സ്റ്റെപ്സ്. നെക്സ്റ്റ്, വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ടു സിഗ്നലിംഗ് കമ്പാരിസൺ ഓർ കോൺട്രാസ്റ്റ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓൾസോ, ബി സിമിലർ, ബൗത്ത്, ബൈ കമ്പാരിസൺ, സിമിലാരിറ്റി അല്ലെങ്കിൽ സിമിലർലി, അൺലൈക്ക്, വൈൽ, ലൈക്ക്, എക്സിട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമിലാരിറ്റി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ബൗത്ത്. ബൗത്ത് നമ്മൾ പറയുന്നത് ഡോഗ്, അതുപോലെ തന്നെ ക്യാറ്റ്. ഈ രണ്ടെണ്ണത്തിന് നമ്മൾ പറയുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നു. സോ നമ്മൾ യൂസ് ചെയ്യണം ബൗത്ത് ആർ പെറ്റ്സ്, ബൗത്ത് ആർ കാർണിവോറസ്, അങ്ങനെ ബൗത്ത് ആർ ഡൊമസ്റ്റിക് അനിമൽസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തതാണ് ബൗത്ത് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. കൂടുതൽ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വണ്ണാണ് കോസ് ആൻഡ് ഇഫക്റ്റ്. കോസ് ആൻഡ് ഇഫക്റ്റ് മീൻസ് യൂസിങ് റീസൺസ് ആൻഡ് റിസൾട്ട്. നമ്മൾ കാരണവും അതുപോലെ തന്നെ അതിനുള്ള റിസൾട്ടും എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് എസ്സേസ് എഴുതാറ്. In your interaction with your friends and family, you often explain the reasons and effects of certain incidents or developments. When you miss the bus, you have reason for it. Its effect is you missed an important lesson. In your academic writing, you may recur to incorporate cause and effect analysis or even write a whole essay following cause and effect. So, നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ് പല സംഭവങ്ങളും അവരുടെ കാരണങ്ങളും അതിൻ്റെ റിസൾട്ടും ഒക്കെ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബസ് മിസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ബസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് ചെയ്യാനുള്ള അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് വരുന്നത്? ഇപ്പോൾ കോളേജിലേക്ക് വരുന്ന നേരത്ത് നിങ്ങൾ സ്ഥിരം വരുന്ന ബസ് മിസ്സായി വേറൊരു ബസ്സിനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് കോളേജിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ നിങ്ങൾക്ക് മിസ് ചെയ്തു. അപ്പോൾ അവിടെയാണ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ള ഒരു കാര്യം വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കോസൽ അനലൈസിസ്. വാട്ട് ഈസ് കോസൽ അനലൈസിസ് എന്നാണ് പറയുന്നത്. ഗിവിങ് എംഫസൈസ് ഓൺ എക്സ്പ്ലെയിനിങ് ദ റീസൺ ഓർ അസസിങ് ദ ഇമ്പാക്ട്സ് ഓഫ് ദി ഇഷ്യൂസ് റേസ്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുമ്പോൾ അതിലുള്ള ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അനലൈസിസിനെയാണ് നമ്മൾ പറയുന്നത് കോസൽ അനലൈസിസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ വേർഡ്സ് ആണ്. അക്കോർഡിംഗ്ലി, ഡ്യൂ ടു, ഹെൻസ്, സിൻസ്, ദസ്, യെറ്റ്, ബിക്കോസ്, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ വേർഡ്സ്. ഇനി നെക്സ്റ്റ് definition.
ഡെഫിനിഷൻ അതായത് നിർവചനം. A definition is a way of explaining a word or phrase. നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്രേസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ദ വേർഡ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ വേർഡ് ചിലപ്പോൾ ഇസ് റെഫേഴ്സ് ടു ആൻ ഒബ്ജക്റ്റ് ഓർ എൻ ഐഡിയ ഓർ എ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർ എ ടൈപ്പ് ഓഫ് പേഴ്സൺ ഓർ എ പ്ലേസ് ഓർ എ ഫെനമോൺ. നമ്മൾ ഒരു വേർഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആവാം, ഒരു ഐഡിയ ആയിരിക്കാം, ഒരു കോൺസെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു ഫെനമോണും ആവാം. സോ ഇൻ കോളേജ് നമ്മൾ കോളേജിൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും. ഡിഫൈൻ ദ ടേം മെയിൽ ഗേസ് or explain personification with examples. How would you define new media? Define photosynthesis. What is chemical reaction? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഡെഫിനിഷനുമായി റിലേറ്റഡ് ആണ്. Then there are multiple approaches to defining your selected items. ഇനി നമ്മൾ ഐറ്റംസ് ഡിഫൈൻ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ അപ്രോച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ബൈ അനലൈസിസ്, കമ്പയർ ഇറ്റ് ടു ഡു സംതിങ് സിമിലർ ആൻഡ് ഷോ ഡിഫറൻസസ്. അപ്പോൾ ഒരു കാര്യത്തിനെ മറ്റൊരു കാര്യം കൊണ്ട് അനലൈസ് ചെയ്യുന്നു. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡെഫിനിഷൻ കൊടുക്കാറുണ്ട്. അതായത് ഒരു സാധനം, ഇപ്പം നമ്മളൊരു ബുക്ക്, ഒരു നോട്ട്ബുക്കും ഒരു ടെക്സ്റ്റ് ബുക്കും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിഫറൻസസ് കാണും. ഇനി ബൈ ഫങ്ഷൻ, വാട്ട് ഇറ്റ് ഡസ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മൾ ഫങ്ഷൻ നോക്കിയിട്ട്, അതായത് ഇപ്പോൾ ടി വിയും റേഡിയോയും തമ്മിൽ നമ്മൾ അതിൻ്റെ രണ്ടിനെയും ഫങ്ഷൻ നോക്കുന്നു. എന്നിട്ട് ഫങ്ഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ദെൻ ബൈ സ്ട്രക്ചർ, അതായത് ഹൗ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. നമ്മളിപ്പോൾ ഒരു എസ്സേ, വാട്ട് ഇസ് എസ്സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, നമ്മൾ ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ ഇതൊക്കെ വെച്ച് നമ്മൾ എഴുതുന്ന ഒരു ഇതിനെയാണ് നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിനെയാണ് നമ്മൾ എസ്സേ എന്ന് പറയും. ദെൻ ബൈ ഓപ്പോസിറ്റ് ഡെഫിനിഷൻ, എക്സ്പ്ലെയിൻ വാട്ട് ദ ടേം ഇസ് നോട്ട്. ഒരു ടേം എന്തല്ല എന്നുള്ളതിൻ്റെ അഗെയിൻസ്റ്റ് ആയി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ റൈറ്റിംഗ് ഡെഫിനിഷൻ. നമ്മൾ ഡെഫിനിഷൻ റൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അണ്ടർസ്റ്റാൻഡ് ദ ഓഡിയൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ടോൺ ഇസ് ഓൾവേസ് ബെറ്റർ. നമ്മൾ ഒരു ഓഡിയൻസ്, നമ്മൾക്ക് ഡെഫിനിഷൻ കൊടുക്കുന്നത് ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ രീതിക്ക് വേണം നമ്മൾ ഡെഫിനിഷൻ കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഒരു കാര്യത്തിൻ്റെ, ഒരു ബുക്ക്, അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് സയൻറ്റിഫിക്കായിട്ട് വേറൊരു തരത്തിലുള്ള ഡെഫിനിഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഡെഫിനിഷനും കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഓഡിയൻസ് നല്ല സ്കോളേഴ്സ് അതുപോലെ തന്നെ സയൻറ്റിസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബുക്കിൻ്റെ ഡെഫിനിഷൻ അവരുടേതായ രീതിയിൽ കൊടുക്കാം. സാധാരണക്കാരാണെങ്കിൽ എന്ത് വേണം, അവരുടെ ഭാഷയിൽ വേണം നമ്മൾ ഡെഫിനിഷൻ കൊടുക്കാനായിട്ട്. A term might have been defined by many people, or you may be making your own definition. If you are choosing somebody else's definition, say whose it is. ഇപ്പം നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഇപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പലരും പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി കൊടുത്തിട്ടുണ്ട്, വിവേകാനന്ദന് കൊടുത്തിട്ടുണ്ട്, നെഹ്റു കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ സ്വന്തമായിട്ട് ഡെഫിനിഷൻ ഉണ്ടാക്കുമ്പോൾ അത് വാലിഡ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി അതെല്ലാം നമ്മൾ നെഹ്റു പറഞ്ഞതോ അല്ലെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞതോ ആയിട്ടുള്ള ഡെഫിനിഷനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഗാന്ധിജി സെഡ് അല്ലെങ്കിൽ നെഹ്റു സെഡ് അല്ലെങ്കിൽ വിവേകാനന്ദ സെഡ് എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷനിൽ വേണം ആ ഡെഫിനിഷൻ കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് വൺ, സം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി ഡിഫൈനിങ് ടേം വിൽ ഹെൽപ്പ്. ഇസ് ഇറ്റ് സംതിങ് കമ്പാരിറ്റീവ്ലി ന്യൂ അല്ലെങ്കിൽ ഹൂ യൂസ്ഡ് ഇറ്റ് ഫസ്റ്റ്. നമ്മളൊരു വാക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ വാക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ആ വാക്ക് പുതിയ വാക്കാണോ അതോ മുന്നേ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, ആരാണിത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നതിനെ സഹായിക്കും. Sometimes you can start defining the term by saying how it is constituted. Thus, if you get the word post-colonial, you can say it is made up of two words, post and colonial.
explain each word. അപ്പോൾ നമ്മൾ പറയുകയാണ് ചില ഡെഫിനിഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദ വേർഡ് പോസ്റ്റ് കൊളോണിയൽ, 2 വാക്ക് കൂടി ചേർന്നതാണ് പോസ്റ്റ് കൊളോണിയൽ. അപ്പോൾ അങ്ങനെ പറയാൻ നമ്മൾ ഈ 2 വാക്ക് കൂടി ചേർന്നിട്ടാണ് ഈ പോസ്റ്റ് കൊളോണിയൽ എന്നുള്ള വാക്ക് ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും സെപ്പറേറ്റ് മീനിങ് നമുക്ക് കൊടുക്കാം. പോസ്റ്റിൻ്റെയും കൊളോണിയലിൻ്റെയും മീനിങ് കൊടുത്തിട്ട് നമുക്ക് അത് രണ്ടും കൂട്ടിച്ചേർത്ത് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, whenever needed give the dictionary meaning. നമുക്ക് ചില ടൈമിൽ ഡിക്ഷണറി മീനിങ് ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളത് കൊടുക്കുക തന്നെ വേണം. ശരിക്കും നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ നമുക്ക് കിട്ടുന്നത് ഡിക്ഷണറിയിൽ നിന്നായിരിക്കും. നമുക്കൊരു എക്സാക്റ്റ് ഡെഫിനിഷൻ കിട്ടുന്നത് ഡിക്ഷണറിയിൽ നിന്നാണ് ആവുക. Try to find out etymology of the words. നമ്മൾ etymology means study of the origin of word. അപ്പോൾ ഒരു വേർഡിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി, അതിൻ്റെ ഒറിജിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എറ്റിമോളജി എന്ന് പറയുന്നത്. നമുക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ടു ഫൈൻഡ് ഔട്ട് എറ്റിമോളജി ഓഫ് ദി വേർഡ്. നമ്മൾ സെൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വന്നു, പിന്നെ അതുപോലെ തന്നെ മോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാക്ക് കൂടി ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്മോഗ്, അതും 2 വാക്ക് കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്മോഗ് ആണെങ്കിൽ സ്മോക്കും ഫോഗും കൂട്ടി ചേർന്നിട്ടാണ് സ്മോഗ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. മോട്ടൽ ആണെങ്കിൽ മോട്ടോർ പ്ലസ് ഹോട്ടൽ, അങ്ങനെയാണ്. നമ്മൾ വഴിവക്കിൽ യാത്ര പോകുമ്പോൾ വഴിവക്കിലുള്ള ഒരു ഭക്ഷണശാലകളെയാണ് നമ്മൾ മോട്ടൽസ് എന്ന് വിളിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ബഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ രാവിലെയും അതുപോലെ തന്നെ ഉച്ചത്തി, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈ 2 വേർഡുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ബഞ്ച് വന്നത്. അപ്പോൾ അതായത് രാവിലെയുടെയും ഉച്ചയുടെയും ഇടയ്ക്ക് കഴിക്കുന്ന ഫുഡിനെയാണ് നമ്മൾ ബഞ്ച് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള എറ്റിമോളജീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പല വാക്കുകളുടെയും മീനിങ് പണ്ടതായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള വല്ല സംഭവങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് whenever possible. ഇപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ വാക്കിൻ്റെ എക്സാമ്പിൾസും കൂടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിക്ഷണറിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു വേർഡ് അതിൻ്റെ അർത്ഥം നോക്കി കഴിഞ്ഞാൽ മീനിങ് കഴിഞ്ഞാൽ അതിന് ആ വേർഡ് യൂസ് ചെയ്തിട്ട് 2 എക്സാമ്പിളും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനിഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രോസസ് അനലൈസിസ്. സോ പ്രോസസ് അനലൈസിസ് മീൻസ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ഒരു സംഭവം എങ്ങനെ ചെയ്യാം, ഒരു സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ പ്രോസസ് അനലൈസിസിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. The process analysis is divided into 2, informational process analysis and directional process analysis. അങ്ങനെ 2 ടൈപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Informational process analysis means it explains how something happens or work. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇൻഫർമേഷണൽ പ്രോസസ് അനലൈസിസ്. അതായത് ഗീവ് ഇൻഫർമേഷൻസ്, ജസ്റ്റ് ഗീവ് ഇൻഫർമേഷൻസ്, നമുക്ക് അറിവ് തരിക മാത്രം, അതിനെയാണ് നമ്മൾ ഇൻഫർമേഷണൽ പ്രോസസ് അനലൈസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ ബീസ് മേക്ക് ഹണി, തേനീച്ചകൾ എങ്ങനെയാണ് തേൻ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഹൗ സ്നേക്സ് റീപ്രൊഡ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വിവരിച്ച് തരുന്നു, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തരുന്നു. അല്ലാണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു കാര്യങ്ങളും കിട്ടുന്നില്ല, ജസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു അഗ്നിപർവ്വതം സ്ഫോടനം, അതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി തരുന്നു, എങ്ങനെയാണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതിനെയാണ് ഇൻഫർമേഷണൽ പ്രോസസ് അനലൈസിസ് എന്ന് പറയുന്നത്. The next one is directional process analysis. It means how to do something. നമ്മളൊരു കാര്യം എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇറ്റ് ഗീവ് ഡയറക്ഷൻസ്, നമുക്ക് പറഞ്ഞ് നമ്മളെ കൊണ്ട് ആ ഡയറക്ഷൻസ് വായിപ്പിച്ച് അതുപോലെ ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ കുക്ക് ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കുക്ക് ബുക്കിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ആ ഡിഷിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതുപോലെ തന്നെ എത്ര അളവിൽ വേണം, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഹൗ ടു പ്രിപ്പയർ ടീ എന്നുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നതാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്
ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, കുക്ക് ബുക്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആദ്യം ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ എഴുതണം, അതിൻ്റെ അളവ് എഴുതണം, പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന വരയ്ക്കുള്ള കാര്യങ്ങൾ വേണം എഴുതാനായിട്ട്. അതാണ് കുക്ക് ബുക്കിൻ്റെയൊക്കെ പ്രത്യേകത. നമുക്ക് ചെയ്യാനുള്ള ഒരു വഴി കാണിച്ചു തരുന്നതാണ് ഈ ഡയറക്ഷണൽ പ്രോസസ് അനലൈസിസ്. ദെൻ ഹാൻഡ് ബുക്ക് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്ക് ആണെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം, അങ്ങനെയുള്ള ഡയറക്ഷൻസ് അതിലൂടെ കൊടുക്കുന്നു. ദെൻ ഹൗ ടു റിപ്പയർ എ വാച്ച്, ഒരു വാച്ച് എങ്ങനെ റിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ പാർട്സ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് അഴിക്കേണ്ടത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഡയറക്ഷൻസ് വരുന്നതിനെയാണ് ഡയറക്റ്റ് പ്രോസസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എലമെൻ്റാണ് ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷനിൽ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി കോഴ്സസ് എടുക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UGC, അത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC കുറേ ഡിഗ്രി കോഴ്സുകൾക്ക് നമുക്ക് അപ്രൂവൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജ് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മുടെ കോളേജിൽ കുറേ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ BA എന്നുള്ള കാറ്റഗറി, BSc, BCom അങ്ങനെയാണ് നമ്മൾ കാറ്റഗറിയിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ BA എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ എന്താണ് വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. BA ഇംഗ്ലീഷ്, BA ഇക്കണോമിക്സ്, ദെൻ BSc എടുത്തു. BSc എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ വരുന്നു, സൈക്കോളജി വരുന്നുണ്ട്, മാത്സ് വരുന്നു, ഫിസിക്സ് വരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. ദെൻ പിന്നെ BCom എടുക്കുന്നു. BCom എടുത്തപ്പോൾ അതിൽ എന്താണ് CA, ഫിനാൻസ്, വീണ്ടും നമ്മൾ 2 ഡിവിഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ BA ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ അതിലും വീണ്ടും ഡിവിഷൻസ് വരുന്നുണ്ട്. ഫങ്ഷണൽ ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഡിവിഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ ഓരോ വലിയ കാര്യങ്ങളെയും അല്ലെങ്കിൽ ഒരു വലിയ സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മോളർ പാർട്സ് ആക്കി മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ഡിവിഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. In academic writing, classification or division essay analyzes people, things or ideas and categorizing them into groups and classes. നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓർ ഡിവിഷൻ വരുന്നത്, അനലൈസ് ചെയ്യുന്നു. അത് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ തിങ്സ് ആവാം, ഓർ ഐഡിയാസ് ആവാം. നമ്മൾ അനലൈസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ വുഡ് എനേബിൾ യു ടു അപ്രോച്ച് എ സബ്ജക്റ്റ് in a more satisfactory manner. Through classification it becomes more understandable. നമുക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയി മാറുന്നത് എപ്പോഴാണ്, ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം ക്ലാസിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളൊരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കോംപ്രിഹെൻസീവ് ലെവലിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തീരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു നൗൺ എന്നുള്ള ഒരു വാക്ക് എടുത്തു. ഈ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു പാരഗ്രാഫിൽ എഴുതി, പിന്നെ അതിനുള്ള ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആ പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതി വാരി വലിച്ച് എഴുതുന്നു. അതിനെക്കാട്ടിയും എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ നൗൺ എന്ന് പറഞ്ഞൊരു ടേബിൾ വരച്ചിട്ട് ഏതൊക്കെയാണ് പ്ലേസ്, നെയിം, അതുപോലെ തന്നെ തിങ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്ത് അതിലൊരു എക്സാമ്പിൾ എഴുതി വെച്ചു എന്ന് വയ്ക്കാം. അപ്പം നമുക്ക് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നത്, ടേബിളായിരിക്കും. പാരഗ്രാഫ് ചിലപ്പോൾ നമ്മൾ വായിച്ച് നോക്കുക പോലും ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഈ ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുള്ള ഒരു ഗുണം. എലമെൻറ്റ്സ് ഓഫ് ഡിവിഷൻ ഓർ ക്ലാസിഫിക്കേഷൻ. ഇനി അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ഐറ്റം ടു ബി ക്ലാസിഫൈഡ് ഷുഡ് ഷെയർ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഐറ്റംസിന്, ഒരു കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസിന് മൊത്തം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഡിസൈഡ് ദ ക്രൈറ്റീരിയൻ ഓർ സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്ത് വേണം, നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആർ ടു ബി ഗീവൺ ടു ഈച്ച് കാറ്റഗറി. നമ്മൾ ഓരോ കാറ്റഗറിയിൽ കൊടുക്കുമ്പോഴും നമ്മൾ അതിന് എന്ത് കൊടുക്കണം, എക്സാമ്പിൾസ് അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും കൊടുക്കണം. Then mention what you are planning to classify in the introduction. Your statement on what is classified in the essay and the criterion for classification serve as the thesis statement of the essay. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ എഴുതിയിരിക്കണം. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ വേർഡ്സ് ആണ് ദ ഫസ്റ്റ് ടൈപ്പ്, ദ സെക്കൻഡ് ടൈപ്പ്, ദ തേർഡ് ടൈപ്പ്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ നമ്മൾ നടത്തുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റ് കുറേ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള വേർഡ് ഉണ്ടല്ലോ ട്രാൻസിഷൻ ഫേസസ്, അത് വെച്ചിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ ബേക്കൻ്റെ എസ്സേ പറഞ്ഞിട്ടുണ്ട്. അതിലിങ്ങനെ ഫേസസ് ഉണ്ട്, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഈ ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിങ്ങിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.